നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. പാർലമെൻറ്റ് വീണ്ടും തുടങ്ങി മൺസൂൺ സമ്മേളനം. പക്ഷേ തുടക്കം മുതലേ പ്രക്ഷുബ്ധമാണ്. കാറ്റും കോളുമൊക്കെ നിറഞ്ഞ് കൊടുങ്കാറ്റടിഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രം പോലെ നിറഞ്ഞ തിരമാലകൾ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഞെട്ടിയൊരു തീരുമാനം കഴിഞ്ഞ ദിവസം വന്നു. അതൊരു നല്ല തീരുമാനമാണ്. പാർലമെൻറ്റ് ചേരുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ കക്ഷികളും അവരുടെ കക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. അവിടെ എംപിമാരുടെ പാർലമെന്ററി കാര്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്നു. പിന്നെ അത് പോരാഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പാർലമെൻറ്റ് കക്ഷികളുടെ ലോക്സഭാ കക്ഷികളുടെ ഒരു യോഗം, മെമ്പർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. രാഷ്ട്രീയപരമായിട്ട് നിലപാട് എന്തൊക്കെ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. കാരണം സമയം വളരെ മോശമാണ്. ആരെങ്കിലും അറിയാതെ കയറി എൻ ഡി എയുടെ ബ്ലോക്കിൽ പോയി ഇരുന്നാലോ എല്ലാവർക്കും പേടിയുണ്ട്. അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് പക്ഷേ നമ്മൾ ചർച്ച ചെയ്താണ് കഴിഞ്ഞ ദിവസം. ചർച്ച ചെയ്ത ആ ഒരു വഴിയെ വേറെ ഒരു മാധ്യമങ്ങളും തൊട്ടില്ല. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വേറെ കാര്യങ്ങളാണല്ലോ. ആരും ഇത് തൊടില്ല. കാരണം എവിടെയെങ്കിലും ഒരു മോദി നമ്മുടെ വാർത്തയ്ക്ക് നല്ല പ്രേക്ഷക ശ്രദ്ധ കിട്ടുകയും ചെയ്തു. ആര് കേന്ദ്രത്തെ വിമർശിക്കുന്നതാണ് ഈ പാവം മാധ്യമങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് രാഷ്ട്രീയം നമുക്ക് കേരളത്തിലായാലും അത് ന്യൂഡൽഹിയിലായാലും ആ രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ ചെയ്ത ഒരു വീഡിയോ. അതായത് നമ്മൾ അവകാശപ്പെടുന്നതല്ല, പക്ഷെ നമ്മളത് ചെയ്തു. കാരണം DMK NDA മുന്നണിയിലേക്കാണ്, NCP പവർ NCP NDA മുന്നണിയിലേക്കാണ് അല്ലേ. പിന്നെ ചില കോൺഗ്രസ് MPമാർ അവരും അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഇപ്പോൾ സ്റ്റാലിൻ നിർണായകമായ തീരുമാനം. തിരുച്ചി ശിവ, അവരുടെ MP ലോക്സഭാ കക്ഷി നേതാവ് തിരുച്ചി ശിവയാണ് ശക്തമായി ആവശ്യപ്പെട്ടത്. നമ്മൾ കൃത്യമായിട്ട് വനിതാ സംവരണത്തെ അനുകൂലിക്കണം. അതിന് DMKയുടെ അനിശ്ചിത നേതാവ് MK സ്റ്റാലിൻ്റെ നിലപാട് അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെയും വ്യക്തമായ നിലപാട് ആദ്യം ഈ പാർലമെൻറ്റ് ചർച്ച പോലും ചെയ്യരുത്, 33% വനിതാ സംവരണം നൽകുക. പക്ഷെ അത് വേറെ നമ്മൾ പറഞ്ഞതുപോലെ വേറൊരു വിഷയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനേക്കാൾ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യമുണ്ട്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഈ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകുന്നു, അവിടെ വലിയ ശബ്ദകോലാഹലങ്ങൾ, വഴക്ക്, ബഹളം, ബില്ല് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ പ്രസക്തമായ ഒരു നീക്കം പാർലമെൻറ്റിൽ ലോക്സഭയിൽ നടന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് അവർ മൗനം പാലിക്കുകയാണ്. അതായത് DMKയുടെ 22 MPമാർ ഒരു പക്ഷത്തും പെടാതെ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുകയാണ്. അവർ NDAയിൽ ചേർന്നിട്ടില്ല, ഇന്ത്യ സഖ്യം വിടുകയും ചെയ്തു. അവിടുന്ന് ഇറങ്ങി. NDAയിൽ അവർ സഖ്യം ചേർന്നിട്ടില്ല. അവരെന്നിട്ട് പറയുന്നത് ഞങ്ങൾ വിഷയാധിഷ്ഠിതമായി പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അതായത് പൊതുവേ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന, രാജ്യത്തിൻ്റെ ഭാവിയെ ശക്തിപ്പെടുത്തുന്ന, ഭാവിക്ക് ഉപകാരപ്പെടുന്ന, നിലവിലെ എന്താ പറയുക, നമ്മുടെ ഒരു സാമ്പത്തിക വികസന കുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഗുണം ചെയ്യുന്ന തീരുമാനങ്ങളാണ്, അത്തരത്തിലുള്ള നിയമങ്ങളും ബില്ലുകളും ഒക്കെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കും. ഉദാഹരണത്തിന് വനിതാ സംവരണം. അപ്പോൾ വിഷയാധിഷ്ഠിത പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ബ്ലോക്കായി ലോക്സഭയിൽ ഇരിക്കുകയാണ്. അതായത് മറ്റേ ഈ നമ്മുടെ മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ ഗുജറാത്തിലേക്ക് ഒരു ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് വേണം, അത്തരം വിഷയങ്ങളല്ല, രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കും. NDA മുന്നണി എടുക്കുന്ന നിർണായകമായ വിഷയങ്ങളിൽ ആ വിഷയാധിഷ്ഠിത എന്താണ് വിഷയം, ആ വിഷയം നോക്കി കണ്ട് അതിനെ പിന്തുണയ്ക്കും വേണ്ടത്. അതെ, നമ്മൾ ഇവിടെ ഈ വിഷയാധിഷ്ഠിത പിന്തുണ DMK കൊടുക്കും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല? ഒന്നാമത്തെ കാര്യം, അവർക്ക് NDA ശക്തിപ്പെടുന്നു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, സഹിക്കാൻ പറ്റാത്ത. രണ്ടാമത്തെ കാര്യം, ഇത് എന്തൊക്കെയാണ് ഈ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവരമില്ലായ്മ. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് കേരളം ആ പ്രയാസം. ഡൽഹിയിൽ ചെന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അവിടെ ചെന്നിരുന്നെന്ന് പറഞ്ഞിട്ട് അല്ല, അവിടെ ചെന്നിരുന്ന് ലോകം നിസ്സാരമായി ഇത്തരം സംഭവങ്ങൾ ഒന്ന് കണ്ടന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കൺമുന്നിൽ കാണുന്ന കാര്യമല്ലേ, ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതെ, കൺമുന്നിൽ കാണുന്ന ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ, അതായത് DMK പ്രത്യേക ബ്ലോക്ക് ആയിരിക്കുന്നു, വാർത്തയ്ക്കകത്തൊരു വരി, സത്യത്തിൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം.
ഈ പറഞ്ഞതുപോലെ DMK ഇങ്ങനെ ഒരു നിർണായക തീരുമാനമെടുത്തു. ശിവസേനയുടെ 6 MP-മാർ, ഉദ്ധവ് താക്കറെ MP-മാർ കൂറുമാറി ഇപ്പുറത്ത് വന്നു, ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിലെത്തി. അത് വാർത്തയല്ലേ? 20 MP-മാർ തൃണമൂലിൻ്റെത് മാറി ഒരു പ്രത്യേക ബ്ലോക്കായി ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അവർ NDA പിന്തുണയ്ക്കുന്നു, NCPI എന്ന് മാത്രമല്ല അവരെ ഈ ആൾ പാർട്ടി മീറ്റിങ്ങിലേക്ക് വിളിച്ചപ്പം പ്രതിഷേധിച്ച് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടെ ബോയ്ക്കോട്ട് ചെയ്തു. ഈ ബോയ്ക്കോട്ട് ചെയ്തത് വരെ വാർത്തയാണ്. പക്ഷെ ബോയ്ക്കോട്ട് ചെയ്ത് പുറത്തു പോയവർ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വലിയ വാർത്തയേ അല്ല. അല്ലെങ്കിലും ബോയ്ക്കോട്ട് ചെയ്തതിനേക്കാൾ 20 തൃണമൂലിന്റെ MP-മാർ NCPI എന്ന പുതിയ ഒരു പാർട്ടിയിൽ പുതിയൊരു ബ്ലോക്കായി അവര് സർവകക്ഷിയോഗത്തിൽ പങ്കെടുക്കുകയാണ്, പുതിയ ബ്ലോക്കായിട്ട്. അതിന് പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയാമോ? അവരെ പിന്നെ സ്പീക്കർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സ്പീക്കർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ സഭ കൂടണ്ടേ? അത് ഇവർ അറിയേണ്ട കാര്യമില്ല. ഇനി 2 ആൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ എല്ലാ MP-മാരെയും വിളിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? അത് പാർലമെന്ററി കാര്യ മന്ത്രിക്കില്ലേ? ഈ കോൺഗ്രസിൽ നിന്ന് ഒരാൾ രാജിവെച്ച് പോയി BJP ചേർന്നു, ഒരു MP. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആസാമില്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വളരെ പക്ഷപാതപരമാണ്, ബയാസ്ഡാണ്. ഇരിക്കട്ടെ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ DMK ഒരു വിഷയാധിഷ്ഠിത പിന്തുണ കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ പാർലമെൻറ്റിൽ BJPക്ക് 3/2 ഭൂരിപക്ഷവുമായിട്ട് ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള ബില്ലുകൾ കൊണ്ടുവന്ന് പാസ്സാക്കാൻ കഴിയുമോ? ഇതാണൊരു ചോദ്യം. ഇന്നത്തെ നിലയ്ക്ക് നമുക്ക് ഉത്തരം പറയാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത്തെ കണക്കതാണ്. 240 MP-മാരാണ് BJPക്കുള്ളത്. പിന്നെ NDAയിലേക്ക് വരുമ്പോൾ അത് 293 അതിൻ്റെ കൂടെ ഈ തൃണമൂലിൻ്റെ 20 പേരും ശിവസേനയുടെ 6 പേരും ചേരുമ്പോൾ 26 അങ്ങനെ അത് പിന്നെ 319 എന്നൊരു സംഖ്യയിലേക്ക്. അല്ല, NCPയുടേത് ആ സമയത്ത് വന്നില്ലല്ലോ, അത് പിന്നീടാണ്. അപ്പോൾ ഇപ്പോൾ NCPയുടെ 8 പേര് വരാൻ നിൽക്കുന്നു. ഒപ്പം DMKയുടെ 22 പേരുടെ പിന്തുണ, വിഷയാധിഷ്ഠിത പിന്തുണ കിട്ടുന്നു. കോൺഗ്രസിലെ ഒരു MP ഉണ്ട്. അപ്പോൾ 22, 8, 30, 31 പേരായി. 319, 31 കൂടെ വരുമ്പോൾ 350 MP-മാരായി. പിന്നെ ശരിക്കും പറഞ്ഞാൽ 3/2 ഭൂരിപക്ഷത്തിന് 362 പേര് വേണം. ബാക്കി 12 MP-മാരെ കൂടെ കിട്ടിയാലേ കളി മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയല്ലേ, ഇന്ന് വലിയ പ്രക്ഷുബ്ധമായിരിക്കും. കാരണം കൂറ പാർട്ടിയുടെ മാർച്ചുണ്ട്, അതുപോലെ സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റുണ്ട്, നീറ്റ് വിഷയമുണ്ട്. അപ്പോൾ നീറ്റൊക്കെ ഈ രസകരമായ കാര്യം എന്താണെന്നറിയാമോ? നീറ്റ് വിഷയം ഉയർത്തി സമരം ചെയ്യുന്ന ആൾക്കാർ പറയണത് ബ്രാഹ്മണിക്കൽ ഹെജിമണി തൊലയട്ടെ എന്നാണ്. ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയും നീറ്റ് പരീക്ഷയായിട്ട് എന്താണ് ബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഈ വാസ്തവം പറഞ്ഞാൽ മോദി വളരെ നിർണായകമായൊരു തീരുമാനമെടുത്ത് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാൻ നിന്നതാണ്. അപ്പോഴാണ് ഈ കൂറ പാർട്ടികളുടെ എൻട്രി. അതോടുകൂടി ഈ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുക എന്ന അജണ്ട നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അങ്ങ് മാറ്റിവെച്ചു. കാരണം മാറ്റിയാൽ ഇവർക്ക് മുന്നിൽ തോറ്റു എന്നുള്ളതാവും. ഇവരും ഉദ്ദേശിച്ചതാണ്. എന്തായാലും നരേന്ദ്രമോദി മാറ്റാൻ തീരുമാനിച്ച്. ഇനിയിപ്പം പിന്നെ 8 കാലി മമ്മൂഞ്ഞ് കളിക്കാം, ഞങ്ങളെ ബലത്തിലാണ്, ഞങ്ങള് സമരം ചെയ്തതുകൊണ്ടാണ് മാറ്റിയത്, സോനം വാങ്ചുക്ക് നിരാഹാരം കടന്നത് കൊണ്ടാണ് മാറ്റിയത്. ചീറ്റിപ്പോയത് അവിടെയാണ്. അപ്പോൾ ഇപ്പം എനിക്കൊരു സംശയമുണ്ട്, ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാശു വല്ലതും വാങ്ങിച്ചിട്ടൊക്കെയാണോ ഇവരിത് ചെയ്തത്? കാരണം പുള്ളിക്ക് മന്ത്രിയായിട്ട് തുടരാൻ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമല്ലോ മനുഷ്യൻ. അങ്ങനെയൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ച് അങ്ങനെ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ വലിയ വിഷയം പാർലമെൻറ്റിൽ ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാർ 2 നിയമങ്ങളാണ്, 2 ബില്ലുകളാണ് ഇന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുക. നമുക്കറിയാം നമ്മുടെ കോടതികളിൽ എത്ര കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്, ഫ്രം ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഒരു സാധാരണ മജിസ്ട്രേറ്റ് കോടതി വരെ, അല്ലേ? അപ്പോൾ അവിടെ ആനുപാതികമായിട്ട് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ബില്ല് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അത് എത്രയോ നാളുകളായിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
കോടതികൾ പോലും ഈ കാര്യത്തിൽ പലപ്പോഴും ചില പരാമർശങ്ങൾ ഈ ബില്ലിന് DMKയുടെ ടെസ്റ്റ് ഡോസ് നിലയിൽ പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇത് ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല, പക്ഷേ എങ്കിലും BJPക്ക് അത് പാസ്സാക്കി എടുക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, വന്ദേ മാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ. ജനഗണമന ദേശീയ ഗാനം ജനഗണമനയ്ക്ക് തുല്യമായ ഒരു പദവിയിൽ വന്ദേ മാതരത്തെ നേരത്തെ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് മാത്രമേ വന്നുള്ളൂ, അല്ലേ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവ് മാത്രമേ വന്നുള്ളൂ. ഇപ്പോൾ ദേശീയ ഗാനത്തിന് തത്തുല്യമായ പദവിയും പരിരക്ഷയും ദേശീയ ഗീതത്തിനും കൊടുക്കുക. മാത്രമല്ല, അതിനെ അപമാനിച്ചാൽ തടവ് ശിക്ഷ. ദേശീയ ഗീതം പൂർണ്ണമായിട്ടും ആ 4 സ്റ്റാൻസുകളും പാടുക എന്നുള്ളത് അതിനെ DMK പിന്തുണയ്ക്കും. കാരണം ഗവർണർ RN രവിയില്ല, നമ്മുടെ ഗവർണർ അർലേക്കർ അവിടെ അർലേക്കർ തമിഴ്നാട് ചെന്ന് അവിടുത്തെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും അദ്ദേഹം ഗവർണർ ഓഫീസ് ആവശ്യപ്പെട്ടിട്ട് പോലും വിജയ് സർക്കാർ വന്ദേ മാതരം ആലപിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ഒരു പരിപാടിക്കും വന്ദേ മാതരം ആലപിക്കുന്ന കടുത്ത നിലപാടിലാണ് മുഖ്യമന്ത്രി വിജയ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ചെക്ക് വെച്ച് കൊടുക്കുക വിജയിനെതിരെ. അതെ, അത് മാത്രമല്ല, ഇനി പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ 3/2 ഭൂരിപക്ഷം NDA മുന്നണിക്ക് ലഭിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ബില്ലുകൾ അവതരിപ്പിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാർ. അത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ 3/2 ഭൂരിപക്ഷം വരുന്നത് വരെ അവതരിപ്പിക്കില്ല എന്നല്ല, എത്രയും പെട്ടെന്ന് ഈ ഭൂരിപക്ഷത്തിലേക്ക് ടാർഗറ്റ് അവർ എത്തിക്കുക. അതിനു വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ജോർജ് അറിയാം, സഹമന്ത്രി, കേരളത്തിന് ഇപ്പോൾ ഒരു മന്ത്രിയുണ്ട് അല്ലേ, സുരേഷ് ഗോപി, 2 മന്ത്രിമാരുണ്ടായിരുന്നു. ജോർജ് കുര്യൻ അവിടുന്ന് അദ്ദേഹത്തിന്റെ രാജ്യസഭ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രിപദത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പകരം അതടക്കം പലരും ഇറങ്ങിയിട്ടുണ്ട്. പകരം മന്ത്രിസഭാ പുനഃസംഘടന നമ്മൾ കേൾക്കുന്നതല്ലാതെ 1 മാസമായിട്ട് കേൾക്കുന്നു, നടന്നിട്ടില്ല. അപ്പോൾ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഏത് നിമിഷവും ഉണ്ടാകാം. നമുക്ക് തള്ളിക്കളയാനാകില്ല DMK ഈ മന്ത്രിസഭയിൽ അംഗമാകും അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം DMKക്ക് എന്തായാലും തമിഴ്നാട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അധികാരം വേണം. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും. ഇവിടെ വിജയ് സർക്കാർ, വിജയുടെ ഗവൺമെൻറ് DMK തകർത്ത് തരിപ്പണമാക്കിയാണ് കയറി വന്നത്. അപ്പോൾ DMKക്ക് തിരിച്ചു വരണം. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ക്ഷേമ പദ്ധതികൾ മാത്രമല്ല, ഡൽഹി പദ്ധതികൾ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ആ DMK അണികളെയും അവർക്ക് നഷ്ടപ്പെട്ടു പോയ വോട്ടർമാരെയും ഒക്കെ വിശ്വസിപ്പിച്ചെടുക്കണം. അപ്പോൾ തിരിച്ചു പിടിക്കണം അവർക്ക്. കാരണം തമിഴ്നാട്ടിൽ BJP തകർന്നടിച്ച് നിൽക്കുന്നൊരു അവസ്ഥയാണ്. ഒരു MLA മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ ഒരു ഗ്യാപ്പ് പരമാവധി മുതലെടുക്കുക, നമ്മൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മുതലെടുക്കുകയാകും സ്റ്റാലിൻ്റെ ലക്ഷ്യം. അപ്പോൾ തള്ളിക്കളയാനാകില്ല. അവർ കേന്ദ്ര മന്ത്രിസഭയിൽ നിർണായകമായ പദവിയിലേക്ക് തിരിച്ചു വെക്കാൻ UP സർക്കാരിലുള്ളതുപോലെ പണ്ട് NDA സർക്കാരിൽ ഇവരുണ്ടായിരുന്നല്ലോ കുറച്ച് നാൾ. അപ്പം അതുകൊണ്ട് നമുക്ക് അതൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കേവലം 12 MPമാരുടെ കുറവ് മാത്രമേ ഇപ്പോൾ BJPക്കുള്ളൂ. അത് ഈ ബിജു പട്നായിക്ക്, നമ്മുടെ ഒഡീഷയിലെ പട്നായിക്ക് വനിതാ സംവരണ ബില്ലിനെ അനുകൂലിക്കുന്നുണ്ട്. തദ്വാര അതുവഴി അദ്ദേഹം ഇതിനെയും അനുകൂലിക്കുന്നുണ്ട്. ഏതിനെ? മണ്ഡല പുനർനിർണയം. അതിൽ വ്യക്തം. DMKക്കും അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അതായത് നിലവിലുള്ള മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണോ അതിൻ്റെ 50% കൂടെ കൂട്ടണം. അപ്പം 40 സീറ്റാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളതെന്നിരിക്കട്ടെ, 20 കൂട്ടിച്ചേർത്ത് അതൊരു 60 ആങ്കിലും ആക്കണം. അതാണ് MP തിരുച്ചി ശിവ ഈ സർവകക്ഷി അവിടെ കക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. അതായത് കൃത്യമായിട്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ഉള്ള സംസ്ഥാനങ്ങൾക്കാണ് സ്വാഭാവികമായിട്ടും സീറ്റിന് വലിയ ആനുവദിക്കുമ്പോൾ വലിയ വർധന വരാതിരിക്കുക. അല്ല, ഇപ്പോഴും നമ്മൾ നോക്കിയാൽ ഉത്തരേന്ത്യയിലുള്ള സീറ്റുകൾ വെച്ച് നോക്കിയാൽ ദക്ഷിണേന്ത്യയിലെ സീറ്റുകളുടെ എണ്ണം പവർ അവർക്കാണ്. MPമാരുടെ എണ്ണം പവർ ഓരോ UP ആയാലും ബീഹാർ ആയാലും മധ്യപ്രദേശ് ആയാലും അവർക്ക് MPമാരുടെ എണ്ണം കൂടുതലാണ് അല്ലേ. അപ്പോൾ മഹാരാഷ്ട്ര അത് കൂടുതലാണെന്ന് പറയാൻ കഴിയില്ല. ഇന്നത്തെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും വെച്ച് നോക്കിയാൽ ആവശ്യമുള്ള അത്ര MPമാർ അവിടെ ഇല്ല. എന്നിട്ടില്ല. അതെ, പക്ഷേ അവിടെ വീണ്ടും വർദ്ധിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഈ തോത്, ഈ അനുപാതം വീണ്ടും കൂടും. അപ്പം ദക്ഷിണേന്ത്യയിൽ
പിന്നെയും കൃത്യമായ അനുപാതം വർദ്ധിക്കില്ല. വർദ്ധിക്കണം. കാരണം ടോട്ടൽ സീറ്റുകൾ കൂടിയാൽ മാത്രമേ അതിനനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം നടക്കൂ. ഒരു നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളുടെ 50% വർദ്ധിപ്പിക്കും എന്ന അത് 50% വർദ്ധിപ്പിക്കാമെന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അതിനെ പാലം വലിച്ചവരാണ്. പക്ഷെ ഇപ്പൊ ചിന്തിച്ചപ്പോ എല്ലാവർക്കും ഇതിന്റെ അപകടം മനസ്സിലായി. ഇവിടെ സീറ്റ് കൂടി, ഇവിടെ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കേരളം. അല്ല, കേരളത്തിൽ 20 സീറ്റ് എന്നുള്ളത് 30 ആക്കാമെന്ന് പറഞ്ഞു. പോണ്ടിച്ചേരി ഇവിടെയെല്ലാം കൃത്യമായിട്ട് അതെ 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 ആ ഒരു ആനുപാതിക എണ്ണം അതായത് അങ്ങോട്ട് ദക്ഷിണേന്ത്യൻ നിലയിൽ ഉത്തരേന്ത്യയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മെജോറിറ്റി സീറ്റുകൾ ഇവിടെ പുതുതായിട്ട് രൂപീകരിച്ചാൽ ഞങ്ങൾക്കൊരു വിഷയവുമില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ മണ്ഡല. അല്ല, ഒന്നാമത്തെ കാര്യം ഇവർ ഈ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നുള്ള ഫൈറ്റ് തന്നെ ഇവർ കരുതുന്നത്, ഈ നമ്മുടെ ഈ ദക്ഷിണേന്ത്യൻ പാർട്ടികൾ കരുതുന്നത് വലിയ തെറ്റാണ്. രാജ്യത്തെ മൊത്തത്തിൽ കാണേണ്ടതാണ്. അങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ അമിത്ഷാ പറഞ്ഞു, ആർക്കും ഒരു സ്റ്റേറ്റിനും പ്രാദേശികമായിട്ട് ഒരു കുറവ് വരില്ല. നമ്മൾ 50% നിലവിലെ സീറ്റുകളുടെ എണ്ണത്തിന്റെ 50% വെച്ച് കൂട്ടാം. ഇതൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അന്ന് ഡീലിമിറ്റേഷൻ കൊണ്ടുവന്ന് വല്ലാതൊരു വൃത്തികെട്ട രീതി, ഒരു ഡീലിമിറ്റേഷൻ അന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യം നോക്കും നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലം, അത് മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം. അത് തിരുവനന്തപുരത്തിന്റെ ഒരു സൈഡിൽ കൂടെ തിരുവനന്തപുരം നഗരത്തെ കീറി മുറിച്ച്, തിരുവനന്തപുരം റൂറൽ ഏരിയ കീറി മുറിച്ച്, ആറ്റിങ്ങിൽ നിന്നും NH ക്രോസ് ചെയ്ത് വെമ്പായത്ത് വരുമ്പോ MC റോഡ് ക്രോസ് ചെയ്ത് അത് അവിടുന്ന് നേരെ പോയി അവിടുന്ന് തിരിഞ്ഞ് നമ്മുടെ നേമം വഴി, നിയമത്തിന്റെ ഒരു ഭാഗം വഴി നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലം, വട്ടിയൂർക്കാവിന്റെയും അരുവിക്കര നെടുമങ്ങര മണ്ഡലങ്ങളുടെയും നടുക്കുകൂടി ഒരു പാലം പോലെ പോയിട്ട് അത് കാട്ടാക്കട വഴി വട്ടിയൂർക്കാവ് മണ്ഡലം ചേർന്ന് പോയി കാട്ടാക്കട കറങ്ങി നിയമം കറങ്ങി വരും. ഒരു വല്ലാത്തൊരു വാട്ടയില് പോലെയാണ്. അതെ അതെ, അത് വല്ലാത്തൊരു വിഭജനം, അതൊരു വല്ലാത്ത വിഭജനമായി പോയി. അതൊക്കെ ഇനിയിപ്പോൾ മാറും. ഈ മണ്ഡല പുനർനിർണയം വരുമ്പോൾ അതൊക്കെ മാറും. ഇരിക്കട്ടെ, നമ്മൾ പാർലമെന്റിന്റെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത്. അപ്പോൾ NDAക്ക് 12 MP-മാരുടെ എണ്ണം കുറവാണ്. അത് ഈ ഒഡീഷയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ജഗ്മോഹൻ റെഡ്ഡിയും പിന്നെ അങ്ങനെയുള്ളവർ സഹായിച്ച് അത് വന്ന് ചേരും എന്ന പ്രതീക്ഷയിലാണ് BJP ഇരിക്കുന്നതെന്ന് തോന്നുന്നു, NDA ഇരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ആദ്യം അവതരിപ്പിക്കുന്ന ബില്ലുകൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് ഡോസാണ്. വന്ദേമാതരത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. വന്ദേമാതരത്തിൽ തൊട്ട് കളിച്ചാൽ അത് വലിയ അപകടമാണ് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു നിയമം കൊണ്ടുവരും. അപ്പോൾ അതിനെ എങ്ങനെയാണ് മറ്റ് MP-മാർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിലെന്തൊക്കെയാണ്, പാർലമെൻറ്റിൽ ചർച്ച നടക്കുമല്ലോ, അപ്പോൾ ഇവരെന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, എന്തൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഭരണപക്ഷം ഇതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിയായിരിക്കും ഇവർ ഈ 2/3 ഭൂരിപക്ഷം ആവശ്യമുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെയായി അത് വളരെ കൃത്യമായിട്ട് BJP അതാരും പഠിപ്പിക്കേണ്ട, അമിത്ഷായ്ക്ക് അത് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവരത് ആ രീതിയിൽ കൈകാര്യം ചെയ്യും. പാർലമെൻറ്റിൽ ഇനി എന്തൊക്കെ ബഹളം കൂട്ടിയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയാലും ശരി, BJPക്കും ആവശ്യം അതാണ്. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ ഊളിയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, സൂത്രത്തിൽ കാര്യങ്ങൾ ചെയ്തു പോവുക. സഭ പ്രക്ഷുബ്ധമായി വരുമ്പോൾ അവിടെ ഉയരുക BJP വിരുദ്ധതയല്ല, കോൺഗ്രസ് വിരുദ്ധതയാണ്. കോൺഗ്രസ് വിരുദ്ധ കക്ഷികൾ ഒന്നിക്കുന്നു എന്നതാണ് ഈ മൺസൂൺ സഭാ സമ്മേളനത്തിന്റെ പ്രത്യേകത. അതായത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചില സഖ്യത്തിന്റെ തകർച്ച ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് ഈ മൺസൂൺ സെക്ഷനിൽ കാണാം. ഈ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ്സുകാർ ഇത്രയും, രാഹുൽ ഗാന്ധി പറഞ്ഞു പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല അല്ലേ? അതെ, പറ്റില്ല, കാരണം കേരളത്തിൽ വേറെ രീതിയാണെന്നൊക്കെ പറയും. എന്നിട്ട് നാണം കെട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ, CPM നാണം കെട്ട് CPM പ്രതിനിധികൾ എന്ത് പറയാം. അല്ല, കേരളത്തിൽ അവർ ഈ കോൺഗ്രസ് വിരുദ്ധത കാണണം. കോൺഗ്രസ് വിരുദ്ധതയാണ് അവിടെ അലടിക്കുന്നതെന്ന് അവരൊന്ന് കാണണം. അവര് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ്, രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി ഒരു സീറ്റ്, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ സഹായത്തോടു കൂടി ഒരു സീറ്റ്, ഇതൊക്കെയാണ് CPMന്റെ നേട്ടം, നേട്ടം. വേറെ ഒരു സ്ഥലത്ത്, ബംഗാളിലോ ആസാമിലോ ഒരു സ്ഥലത്തും പാർട്ടിക്ക് ഒരു സംഭാവനയും ലഭിച്ചിട്ടില്ല. രാജ്യസഭയിൽ നമുക്കറിയാലോ, MLA-മാരുടെ അംഗബലം വെച്ചിട്ടാണ്. അതെ അതെ, രാജ്യസഭയിൽ ആൾറെഡി BJP ഏതാണ്ട് 2/3 ഭൂരിപക്ഷത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. ലോക്സഭയിലാണ് കാര്യം. പക്ഷെ അവിടെയും ഈ പറഞ്ഞതുപോലെ CPMന് കോൺഗ്രസിന്റെ നിഴലായി അവിടെ ചെന്ന് നിൽക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഈ കേവലം
2-3 എംപിമാരെ വെച്ച് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ. ഒരു ഓട്ടോയിൽ കൊള്ളാനുള്ള എംപിമാരുടെ എണ്ണം മാത്രമേ. കനൽത്തരി എന്ന് അവർ ഇനിയും പറയുമോ എന്നൊന്ന്. അല്ല, അതൊക്കെ നമുക്ക് കാണാം. അത് കൊള്ളാം. പാർലമെന്റിൽ ഈ ഇതൊക്കെ ചെയ്യാൻ അവർ മിടുക്കരാണ്. അവർ നേതാവിനെ ബഹളം ഉണ്ടാക്കാൻ, പ്രതിപക്ഷ നേതാവിനെ കെട്ടിപ്പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞല്ലോ. എന്നിട്ടും നാണം കിട്ടാൻ ഇന്ത്യ മുന്നണി യോഗത്തിലൊക്കെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് CPM ആണ് ആലോചിക്കേണ്ടത്. അതെ, ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നല്ലോ, എന്തുകൊണ്ടാണ് എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. നമുക്കതിനെക്കുറിച്ച് ഇങ്ങനെ പറയാനേ കഴിയുള്ളൂ. പക്ഷെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പാർലമെൻറ്റ് സമ്മേളനം പ്രക്ഷുബ്ധമാകും. BJP വളരെ തന്ത്രപരമായിട്ട് NDAയിലെ ഘടകകക്ഷികളുടെ സീറ്റുകളുടെ എണ്ണം, ഘടകകക്ഷികളുടെ എണ്ണം ഒക്കെ കൂട്ടിക്കൊണ്ടുവരും. ഒപ്പം വിഷയാധിഷ്ഠിത പിന്തുണ നേടിക്കൊണ്ട്, DMK പോലെയുള്ള വലിയ കക്ഷികളുടെ പിന്തുണ നേടിക്കൊണ്ട് വളരെ സൂത്രത്തിൽ തന്ത്രപരമായിട്ട് അവർക്കാവശ്യമുള്ള ബില്ലുകൾ പാസ്സാക്കിയെടുത്ത് മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല.